25 വർഷങ്ങൾക്ക് മുമ്പ് സത്യൻ അന്തിക്കാടിൻ്റെ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ്റെ നായികയായി ക്ഷണം ലഭിച്ചപ്പോൾ ഉർവശിയുടെ വയറ്റിൽ മകൾ കുഞ്ഞാറ്റയ്ക്ക് 3 മാസം മാത്രം പ്രായം. തനി നാട്ടിൻ പുറത്തുകാരിയായ വിനോദിനി എന്ന പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വേഷം അന്ന് മനസ്സില്ലാ മനസ്സോടെയാണ് ഉർവശി വേണ്ടെന്ന് വെച്ചത്. 25 വർഷങ്ങൾക്കിപ്പുറം ഉർവശിയെ തേടി വീണ്ടും എത്തിയിരിക്കുകയാണ്. പഞ്ചായത്ത് കഥ പറയുന്ന ഒരു ചിത്രം എത്തിയിരിക്കുകയാണ്. എൽ ജഗദമ്മ 7ാം ക്ലാസ് ബി പേരിൽ തന്നെയുണ്ട് ഒരു ഉർവശി ടച്ച്. കുടുംബ ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഉർവശിക്ക് ഈ ചിത്രം വ്യക്തിപരമായും ഒരു കുടുംബ ചിത്രമാണ്. കാരണം ചിത്രത്തിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് ഭർത്താവ് ശിവപ്രസാദാണ്. കോൺട്രാക്ടർ കൂടിയായ ശിവപ്രസാദിൻ്റെ ആദ്യ ചിത്രമാണിത്. സിനിമയുടെ പേരിനൊപ്പമുള്ള ഒരു പാൻ പഞ്ചായത്ത് ചിത്രം എന്ന വിശേഷണം കൗതുകകരമാണല്ലോ. കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ചിത്രം. പരിമിതമായ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് ജീവിതത്തോട് പൊരുതുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും കുസൃതികളും കുറുമ്പുകളുമുള്ള ജഗദമ്മയാണ് ഈ ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബിഗ് ബജറ്റ് ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾക്കിടയിൽ ഇതുപോലുള്ള കൊച്ചു സിനിമകളും നമുക്ക് വേണം. അതുകൊണ്ടാണ് എല്ലാവരും പാൻ ഇന്ത്യൻ സിനിമകൾക്ക് പിന്നാലെ പറയുമ്പോൾ ഒരു പാൻ പഞ്ചായത്ത് സിനിമ ചെയ്യാമെന്ന് തോന്നിയത്. ഭർത്താവിൻ്റെ സംവിധാനത്തിൽ ഭാര്യയുടെ അഭിനയം. ഈ ചിത്രം നിങ്ങൾക്കും പൂർണ്ണമായും ഒരു കുടുംബ ചിത്രമായിരിക്കുമല്ലോ. ഷൂട്ടിംഗ് സെറ്റിലെത്തിയാൽ പിന്നെ ഞാൻ ഒരു ആർട്ടിസ്റ്റ് മാത്രമാണ്. സിനിമ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അഭിനയിക്കുന്നു. സംവിധാനം ചെയ്യുന്നത് ഭർത്താവായതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ കഴിയില്ല. ശിവാസ് പലപ്പോഴായി ആലോചിച്ചും എഴുതിയും തയ്യാറാക്കിയ കഥയും തിരക്കഥയുമാണ് സിനിമാ രംഗത്ത്. മുൻ പരിചയങ്ങളൊന്നുമില്ലാത്തയാളാണെങ്കിലും ഈ സിനിമ സംവിധാനം ചെയ്യാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ ആ തീരുമാനം വളരെ ആത്മവിശ്വാസത്തോടെ തോന്നി. ഏറ്റവും വ്യത്യസ്തയാർന്ന കഥാപാത്രങ്ങളെ കൈയടക്കത്തോടെ അവതരിപ്പിച്ച ഉർവശിയെ ഇപ്പോഴും ആരാധകർ മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണമൊക്കെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കാലത്തിൻ്റെ സംഭാവനയാണ്. പണ്ട് സൂപ്പർ സ്റ്റാറുകളുണ്ട്. അതിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. നന്നായി നടിച്ചാൽ കണ്ടിരിക്കുന്നവർ കൈയടിക്കും, അല്ലെങ്കിൽ കൂവി വിളിക്കും. പണ്ടൊക്കെ കൈയടിക്കും കൂവിവിളിയും തിയേറ്ററിൽ മാത്രമായിരുന്നു. നല്ല ആർട്ടിസ്റ്റാണെന്ന് 4 ആൾ പറയുന്നതാണ് സ്റ്റാൻഡേർഡും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ എല്ലാ കാര്യങ്ങളിലും വളരെ അഡ്വാൻസ്ഡ് ആണ്. സിനിമയെ വളരെ ഗൗരവമായി കണ്ട് പ്രൊഫഷണലായാണ് അവർ സമീപിക്കുന്നത്. സിനിമയിൽ അഭിനയിക്കുന്നതിന് വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. പല മോഡുലേഷനിൽ ഡയലോഗ് പറഞ്ഞു പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അവരുടെ കഠിനാധ്വാനവും ലക്ഷ്യബോധവും സമ്മതിച്ചു കൊടുക്കണം. പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ നായികമാരുടെ വേർതിരിവ് കാണിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? ചെറിയ ബജറ്റിൽ തട്ടിക്കൂട്ടിയുണ്ടാക്കുന്ന സിനിമകളുടെ കാലം കഴിഞ്ഞു. ഇപ്പോൾ കോടികളുടെ മുതൽ മുടക്ക്. അതിനനുസരിച്ച് നായികമാരുടെയും പ്രതിഫലം വളരെയേറെ മെച്ചപ്പെട്ടു കഴിഞ്ഞു. പിന്നെ നായകനൊപ്പം നായികയ്ക്ക് പ്രതിഫലം നൽകുന്നുണ്ടോ എന്ന തർക്കത്തിന് ഒരു പ്രസക്തിയുമില്ല.